ദേവിയാർപ്പുഴയെ മലിനമാക്കും വിധം അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഓടകളിലേക്ക് ശുചിമുറി മാലിന്യമടക്കം തുറന്നുവിടുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. പൈപ്പുകൾ ഓടകളിലേക്ക് സ്ഥാപിച്ച് മനുഷ്യ വിസർജ്യമടക്കം തുറന്നുവിടുന്ന സ്ഥിതിയാണ് ഉള്ളതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും സംഘടന അറിയിച്ചു. അടിമാലി ടൗണിലെ ഓടകളിലേക്ക് ശുചിമുറി മാലിന്യമൊഴുക്കി ദേവിയാർപ്പുഴയെ മലിനമാക്കുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ പരാതിയുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും രംഗത്തെത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് പരിസരത്തു കൂടി പോകുന്ന ഓടകളിലേക്ക് ചില സ്ഥാപനങ്ങളിൽ നിന്നും ശുചിമുറി മാലിന്യമടക്കം നിർബാധം പുറന്തള്ളുന്നുവെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ പരാതി. പൈപ്പുകൾ ഓടകളിലേക്ക് സ്ഥാപിച്ച് മനുഷ്യ വിസർജ്യമടക്കം തുറന്നുവിടുന്ന സ്ഥിതിയുണ്ടെന്നും സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ഭൂപേന്ദ്രൻ, ഗ്രീൻ കെയർ കേരള ജില്ലാ കോർഡിനേറ്റർ ജാസ്മിൻ പി ടി എന്നിവർ പറഞ്ഞു. യാത്ര ചെയ്യാൻ വരുമ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നവർക്കും അതുപോലെ സമീപത്തുള്ള ഹോട്ടലുകളിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറുന്നവർക്ക് വളരെ ദുർഗന്ധം അനുഭവിക്കുകയാണ്. അസഹനീയമായ മണം കാരണം രക്ഷയില്ല എന്ന അവസ്ഥയിൽ പരാതി ഉയരുകയും ഞങ്ങളിവിടെ നിന്ന് നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഒരു കടയുടെ ഒരു ബേക്കറിയാണ്, അതിൻ്റെ പുറകുവശത്ത് അടുക്കള മാലിന്യവും അതോടൊപ്പം തന്നെ കക്കൂസിൻ്റെ വേസ്റ്റ് പൈപ്പും തുറന്ന പ്രദേശത്തേക്ക് അവർ വെച്ചിരിക്കുകയാണ്. വേസ്റ്റെല്ലാം അവിടെ ചാടിക്കിടക്കുകയാണ്. ഉടൻ തന്നെ ഞങ്ങൾ പഞ്ചായത്തിലെ അധികാരികളെ അറിയിക്കുകയും അതുപോലെ ദേവിയാർ കോളനിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ അറിയിക്കുകയും അദ്ദേഹം എല്ലാ സ്ഥലത്തും നിന്ന് പരിശോധിച്ച് നേരിട്ട് ബോധ്യപ്പെടുകയുണ്ടായി. ഓടകളിലെ വെള്ളമൊഴുക്ക് നിലയ്ക്കുകയും മാലിന്യം തള്ളുന്ന സ്ഥിതി വർദ്ധിക്കുകയും ചെയ്തതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അസഹനീയമായ ദുർഗന്ധമുയരുന്ന സ്ഥിതിയുണ്ട്. ഓടകളിലേക്ക് പൈപ്പുകളിലൂടെ മാലിന്യം തള്ളുന്ന കാഴ്ച ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തിയെന്നും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും സംഘടന അറിയിച്ചു. നിലവിലെ സാഹചര്യം തുടർന്നാൽ സാംക്രമിക രോഗങ്ങൾ വരെ പടർന്നു പിടിക്കാൻ ഇടവരുത്തുമെന്നും പരിസ്ഥിതി സംഘടന വാദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.